ഹായ് ഓൾ, റിഫൂസ് കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഇഫ്താർ സ്പെഷ്യൽ കീമ റോളാണ് ഉണ്ടാക്കുന്നത്. ചെമ്മീൻ ചെറുതായി കട്ട് ചെയ്തിട്ട് സമൂസ കൂട്ട് ഉണ്ടാക്കുന്നത് പോലെ ഉണ്ടാക്കിയിട്ട് റോൾ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റോളാണ് കേട്ടോ. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് മറക്കാതെ പ്രസ് ചെയ്തേക്കണേ. എന്നാൽ നേരെ വീഡിയോയിലോട്ട് പോവാം. റോൾ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ സ്റ്റവ് ഓൺ ചെയ്ത് ഇതുപോലെ ഒരു പാത്രം വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഈ പാത്രം നല്ലപോലെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. എണ്ണ നല്ലപോലെ ചൂടായി വരുന്ന സമയത്ത് 2 വലിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇനി എണ്ണയിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി പെട്ടെന്ന് വാടി കിട്ടാനായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഉള്ളി ചെറുതായിട്ട് വാടി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞിട്ട് കൊടുക്കാം. കൂടെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 2-3 അല്ലി വെളുത്തുള്ളിയും കൂടെ ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്ത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഉള്ളി ഇതാ ഒരുവിധം വേവായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്കുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യമായിട്ട് കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ പെരുംജീരകപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം മസാലയുമായിട്ട് ഉള്ളി നല്ല പോലെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ഈ ചെമ്മീൻ ഒന്ന് വേവായി വരുന്നത് വരെ നമുക്ക് ഉള്ളിയിലിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ ചെമ്മീനൊക്കെ ഇതാ നല്ലപോലെ വേവായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില കൂടെ ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. നമ്മൾ സമൂസക്കും ചിക്കൻ റോളിനൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു രീതിയിൽ തന്നെയാണ് കേട്ടോ ഇതും പ്രിപ്പയർ ചെയ്യുന്നത്. മെയിൻ ഇൻഗ്രീഡിയൻറ്റ് മാറുന്നുണ്ട് എന്നുള്ളൂ, പക്ഷേ എന്നാലും നല്ല ടേസ്റ്റാണ് ചെമ്മീൻ റോൾ എന്ന് പറയുന്നത്. ഇനി മല്ലിയില കൂടെ നല്ലപോലെ ഒന്ന് ഇതിലേക്ക് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ റോളിലേക്ക് ഉള്ള ഫില്ലിങ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയും മതി കേട്ടോ. ഇനി ഇത് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് റോളിനുള്ള മാവ് കൂട്ടിയെടുക്കാം. മാവ് തയ്യാറാക്കാനായിട്ട് ഞാനിത് അവിടെ ഇതുപോലൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് മൈദയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി മൈദയിലേക്ക് ഞാൻ ഒരു മുട്ട കൂടി പൊട്ടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ മുട്ട മൈദയിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല പോലെ ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കാം. ബാറ്റർ തയ്യാറാക്കുന്ന സമയത്ത് എപ്പോഴും നമ്മൾ ലൂസാക്കി എടുക്കാൻ മാക്സിമം ലൂസാക്കി എടുക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. കാരണം തിക്നെസ് കൂടുന്നതിനനുസരിച്ച് നമ്മൾ റോൾ ചെയ്യുന്ന സമയം അത് പൊട്ടിപ്പോവാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പം ഞാനിതാ കുറച്ചൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഞാനിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നല്ല സ്മൂത്തായി വരുന്നത് വരെ ഈ ബാറ്റർ ഒന്ന് ഇളക്കി കൊടുത്ത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ റോളിനുള്ള ബാറ്റർ ഞാനിതവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി റോളിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ബ്രെഡ് ക്രംസും ഒരു എഗ്ഗും ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ ഒരു പ്ലെയിൻ പ്ലേറ്റും കൂടെ എടുത്ത് വെക്കണം കേട്ടോ. ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ ദോശ ചുട്ടതിന് ശേഷം പെട്ടെന്ന് തന്നെ നമുക്ക് ആ പ്ലേറ്റിലേക്ക് മാറ്റേണ്ടതുണ്ട്. അതിനാണ് കേട്ടോ. ചൂടായ പാനിലേക്ക് നമുക്ക് ഓരോ തവി ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇത് മാക്സിമം റൗണ്ടിൽ നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. ഈ മാവ് കുറഞ്ഞൊരു വേവായി വരുന്ന സമയത്ത് തന്നെ നമുക്കിത് ഈ പാത്രത്തിൽ നിന്നും മാറ്റി വെക്കണം. അതായത് ഈ ദോശ മറിച്ചിടുന്ന സമയത്ത് അതിൻ്റെ പശപ്പശപ്പ് അതിൻ്റെ അടിഭാഗത്ത് ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ ഈ റോൾ ചെയ്യുന്ന സമയത്ത് അത് ഒട്ടിപ്പിടിക്കുകയുള്ളൂ. 1 മിനിറ്റിൻ്റെ ആവശ്യമായി വന്നിട്ടില്ല ഇത് വേവാനായിട്ട്. ഇനി ഇതൊന്ന് നമുക്ക് ഈ പാത്രത്തിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഞാൻ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ പാത്രത്തിലേക്ക് ആ ദോശ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിൽ ഇതുപോലെ ഫില്ലിങ്സ് നിറച്ചു കൊടുക്കാം. അതിനുശേഷം ഇതുപോലെ ഇങ്ങനെ ആദ്യം മടക്കി കൊടുത്തതിന് ശേഷം 2 സൈഡ് കൂടെ മടക്കി കൊടുക്കാം. അതിനുശേഷം റോൾ ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ റോൾ ചെയ്തെടുക്കാം കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളതും ചെയ്തെടുക്കാം. അപ്പോൾ ബാക്കിയുള്ള റോളും ഞാനിതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. 1 കപ്പ് മൈദ കൊണ്ടിട്ട് എനിക്ക് 4 റോളാണ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്.
ഇനി നമുക്ക് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഓരോ റോളും നമുക്ക് മുട്ടയുടെ മഞ്ഞയിലിട്ട് നല്ലപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. ശേഷം നമുക്ക് ബ്രെഡ് ക്രംസിലിട്ടിട്ട് നല്ലപോലെ റോൾ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ റോൾ ഇതാ അവിടെ നല്ല അടിപൊളിയായിട്ട് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ബാക്കിയുള്ള റോളും ഞാൻ അതുപോലെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായി ഞാനിവിടെ ഒരു പാൻ ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇത് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എണ്ണ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഉണ്ടാക്കി വെച്ചിട്ടുള്ള റോൾ ഇട്ട് കൊടുക്കാം. റോളിൻ്റെ ഓരോ ഭാഗവും മൊരിഞ്ഞു വരുന്നതിനനുസരിച്ചിട്ട് തിരിച്ചും മറിച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ റോളിൻ്റെ എല്ലാ ഭാഗവും റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് കോരിയെടുക്കാം. അപ്പോൾ ബാക്കിയുള്ള റോള് ഞാനിതുപോലെ പൊരിച്ചെടുക്കുന്നുണ്ട്. ഇത് ടൊമാറ്റോ സോസൊക്കെ കൂട്ടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഇഫ്താർ സ്പെഷ്യൽ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.